അവിടെ വന്നപ്പോ തന്നെ അറിഞ്ഞു ആള് നമ്മുടെ ഫാമിലിക്ക് പറ്റിയതാണ്. എന്താ പറഞ്ഞാ ഇപ്പൊ വന്നപ്പോ തന്നെ അറിയാലേ, ഫോട്ടോഷൂട്ടിന് വന്നപ്പോ തന്നെ എല്ലാവരും പറഞ്ഞു നമ്മുടെ അതേ മൈൻഡാണ്. എല്ലാവരും ഞാൻ അതാണ് ഇതാന്നൊക്കെ പറയുമ്പോൾ ഇയാൾ കൂടുതലും ജെന്യുവൻ ആയിട്ടുള്ള രീതിക്കാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ കുറച്ചുകൂടെ സംസാരിച്ച് വന്നപ്പോൾ നമ്മൾ എന്തോ സിങ്ക് ആവുന്ന പോലെ തോന്നി. പിന്നെ ഇത് ലൈഫ് ലോങ് പോകും എന്നൊരു ഫീല് വന്നു. അങ്ങനെയാണ് കല്യാണം വരെ എത്തിയതും. കൈൻഡ് ഹാർട്ടഡ് പേഴ്സണാണ്. അത് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു രീതിയിൽ ഉള്ള ഒരു ടെൻഡൻസി ഉള്ള ഒരു പേഴ്സണാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അവൾ എന്തായാലും അവളുടെ ഒരു പറ്റുന്ന രീതിക്ക് അവൾ ചെയ്തു തരും. അങ്ങനെ ഒരു പോസിറ്റീവ് വൈബാണ് അവളുടെ അടുത്ത് എപ്പോഴും എനിക്ക് കിട്ടാറ്. അതാണ് അവളുടെ അടുത്ത് എനിക്ക് ആദ്യം ഒരു കണക്ഷൻ തോന്നുന്നത്. സിമ്പിൾ മനുഷ്യനാണ്, എല്ലാം അസാൾട്ടായിട്ടാണ് കഴിക്കും. പക്ഷെ ചേച്ചി ഇപ്പോൾ എനിക്ക് പരിചയപ്പെട്ട സ്ഥിതിക്ക് ആളത്തിരി ബോണ്ടാണ്, എല്ലാ കാര്യത്തിലും കുറച്ച് ആക്റ്റീവാണ്. രമണീയ ഗാത്ര എന്റെ ചേച്ചിക്ക് മേട്ടനും ഹാപ്പി മാരീഡ് ലൈഫ്. ഓഹോ കാതൽ എൻ കവിയെ നീ എൻ അരുകിൽ വന്നാലേ ഉലകം ஏன் இருளுது பகலிரவாய் மாறுது வளைவினில் எல்லாம் வளைந்து தொலைந்து போவேனானே நீயே வெண்பனியே தீயின் சுவையும் நீயே உன்னில் மெது மெதுவாக பயணங்கள் போல தொடங்கிடவா மனம் ஒரு கணம் கொதிகலனாக தவறுகளினி சரியன மாற தொலைவுகளை தொலைப்போம் ஒன்றாய் வா परदेसिया मिला है तू मुझे जब से मैं कद हूँ तेरे भी प्यार में तब से हो तुम हो मेरी जानता हूँ मगर पहुँचाऊँ तुम तक ये कैसे खबर कब से हूँ मैं उम्मीद में है अनकहा जो सुन लो अगर